എന്നും ഒരുപോലത്തെ മുട്ടക്കറി കഴിച്ച് ബോറടിച്ചവരുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ട്ടോ. സാധാരണ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിന് ഉപയോഗിച്ച് എന്നാൽ ഈസി ആൻഡ് വെറൈറ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറി ഉണ്ടത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ചൂടായ വെളിച്ചെണ്ണയ്ക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടൊന്ന് വാട്ടിക്കൊടുത്ത് അതിലേക്ക് ഒരു മീഡിയം സൈസ് വെല്ലുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ തക്കാളി, ഒന്നും ചെറുതായി അരിയണമെന്നില്ല, കാരണം നമ്മളിത് ഇനി മിക്സിയിലിട്ട് അടിക്കാൻ പോവാണ് കേട്ടോ. ഇതൊന്ന് ചൂടാറിയാൽ ഇത് മിക്സിയിലേക്ക് മാറ്റുക. അതിൽ സോക്ക് ചെയ്ത 4 കാഷ്യൂസും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം മഞ്ഞൾ, മുളക്, മല്ലി, ഗരം മസാല, ചെറിയ ജീരകം പൊടി ഇതെല്ലാം പാടെ ഇട്ട് കൊടുത്തതിന് ശേഷം അധികം വൈകാതെ തന്നെ നമ്മൾ മിക്സിയിൽ അരച്ചു വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മസാലയുടെ മിക്സും ഇതും പാടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്തിന് ആവശ്യത്തിന് വെള്ളവും അതുപോലെ തന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയാണ് ഫൈനൽ സ്റ്റെപ്പ്. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ചധികം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട് അതിൽ നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട പരന്നതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ ആ മുട്ടയുടെ ടേസ്റ്റും കറിയുടെ ടേസ്റ്റും ഒന്നുകൂടി കൂടും. പിന്നെ പാനിൽ ബാക്കി വരുന്ന മസാല നമ്മൾ ഈ കറിയുടെ മേലെ ജസ്റ്റ് ഒന്ന് ഒറ്റിച്ചു കൊടുക്കുക. ചെറുതായി അരിഞ്ഞ മല്ലിച്ചപ്പ് ഈ കറി ചൂടുള്ള സമയത്ത് തന്നെ നമ്മൾ മേലക്കൂടെ ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പ് ഡെക്കറേഷന് വേണ്ടി മാത്രമല്ല, അതിന് ടേസ്റ്റും കൂട്ടും കേട്ടോ. ചപ്പാത്തി, പൊറോട്ട, അപ്പം, പുട്ട്, നൂൽപുട്ട് അങ്ങനെ എന്തിൻ്റെ കൂടിയും സൂപ്പർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്